എന്റെ ഉമ്മാണ് സത്യം. ഓമാര് കിച്ചണിൽ കടന്നിട്ട് കുണ്ടന്നൂർ നടത്തുന്ന പരിപാടി എന്റെ കണ്ണാലെ കണ്ടു എന്ന് പറയുന്ന നല്ല വെടിപ്പായിട്ട് പറയുന്ന വോയിസ് എന്റെ റിപ്പോർട്ട്. കുണ്ടന്നൂർ ഗ്യാങ്ങിനെ പറ്റിയാണ് ഗൈസ്. കുണ്ടന്നൂർ ഗ്യാങ് ഷഡ്ഡി ഊരുന്ന കുണ്ടന്മാരെ പറ്റിയുള്ള കഥയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. എന്തേ ഇത് ഓപ്പണാണല്ലോ. എന്താ ഇയാളെന്തത് എന്താ കാണിക്കണത്? അടിച്ചല്ലേ ഇതെന്തിനാ? പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഊമ്പിക്കളിച്ച് നടക്കലാന്നുള്ളത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല. അപ്പുറത്താണ് ഇപ്പുറത്താണോ? ഇപ്പുറത്താണോയി ഞാൻ സെന്ററിൽ കിടക്കാം. സെന്ററിൽ അതിന് രണ്ടുപേരല്ലേ ആ, ഒരാളുടെ ഇപ്പുറത്തായിട്ട് സെന്ററിൽ. ഇതൊക്കെ ഇരുന്ന് നിന്റെ കയ്യിൽ പിടിക്കണ ആ ഒരു വീഡിയോ, അതില് ഈ പറഞ്ഞ അമ്മു നിന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് ഇള്ള തന്തയില്ലായ്മ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയൊരു വീട്ടിനകത്ത് കൂട്ടുകയറി ഇരുന്നിട്ട് എന്നിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കണാടാ. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചങ്ങായിനെ വേണോ? ഷെയർ ലിസ്റ്റിൽ മൂന്നാമത്തോന് തപ്പിയാൽ മതി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചങ്ങായിനെ കിട്ടും. ഇന്നെ വലിച്ചു കീറി എന്റെ കുടുംബത്തിന് മുന്നിൽ നാറ്റിച്ചൊരുത്തനാണ് നിന്നെ പരനാറി എന്ന് പറയും ഞാൻ അവനെ. ചേറ്റാന്ന് വിളിക്കും ഞാൻ അവനെ. എന്താണ് പറ്റാത്തത്? മടിയിരിക്കണം അല്ലേ നീ മാനേജ് എന്താടാ ആ കുണ്ടനാടാ മാറിയ ഈ ചെറ്റ കളി ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും. ഇനിയെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫസ്മിനെ പറ. ഇല്ലെങ്കിൽ നീ പറഞ്ഞ ബാക്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അടുക്കളേന്റെ അകത്തുനിന്ന് ഫസ്മിനെ എങ്ങനെ നിങ്ങളെ പൊക്കി? കിടക്കല്ലേ കുളിക്കണല്ലേ? എന്തിനാണ് കുളിക്കുന്നത്? ഫ്രഷ് ആണല്ലേ? ഞാൻ ഫ്രഷ് ആണല്ലോ, ഞാൻ കുളിക്കല്ലോ. ആണോ? ഷമീർ ആൻഡ് തൊപ്പി തമ്മിലുള്ള കുണ്ടന്നൂർ പരിപാടിയെ പറ്റിയാണ് സായി ഈ ഭാഗത്ത്. വേഗം വാട്ടെ, ഞാൻ കാത്തിരിക്കും. എന്തിനു കാത്തിരിക്കുന്നു? കിടക്കാൻ.